ഡോക്ടർ ഹാരിസ് പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് ആരോഗ്യവകുപ്പ് കരുതും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് പറഞ്ഞാൽ ആ വകുപ്പിൻ്റെ പരാജയം സമ്മതിക്കലാകും. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസിനെ തള്ളുകയായിരുന്നു ആരോഗ്യവകുപ്പ്. ഇന്നലെ DMA പറയുന്നത് കഴിഞ്ഞ വർഷം യൂറോളജി വിഭാഗത്തിലൂടെ സർക്കാർ 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി 4 ശസ്ത്രക്രിയകൾ നടന്നു എന്നൊക്കെയായിരുന്നു വിശദീകരണം. ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം തേടും എന്നൊക്കെയാണ് ഡോക്ടർ വിശ്വനാഥൻ, DMA ഡോക്ടർ വിശ്വനാഥൻ ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് യൂറോളജി വിഭാഗത്തിന് വേണ്ടി ഏകദേശം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് സർക്കാർ തലത്തിൽ മേടിച്ചിട്ടുള്ളതും HDS നിന്ന് 30 ലക്ഷത്തിൻ്റെ ഉപകരണവും. വിശദീകരണം ഉടൻ തന്നെ ചോദിക്കും. അദ്ദേഹത്തിന് ഫോണിൽ ലഭ്യമല്ല. DMA അലക്സ് റാം മുഹമ്മദ് തുടരുന്നു. അലക്സ്, DMA പറയുന്നത് എല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്, പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്നാണ് പറയുന്നത്. അത് വേണ്ട ഒരു പരിശോധന പോലും. ഇപ്പോൾ നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ ഇത് പുറത്ത് പറയാതിരിക്കാൻ പരമാവധി ശ്രമിച്ച് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ വകുപ്പ് മേധാവി എന്നുള്ള നിലയിൽ നടക്കാൻ കഴിയാവുന്നതിന് പരമാവധി നടന്ന് മുട്ടാൻ കഴിയാവുന്ന വാതിലുകളൊക്കെ മുട്ടി കാല് പിടിക്കാവുന്നതിന് പരമാവധി കാല് പിടിച്ച് നിവൃത്തിയില്ലാതെ പൊട്ടിത്തെറിച്ച മനുഷ്യൻ്റെ വൈകാരിക നമ്മൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുമായിരുന്നു. അതൊന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയാണ്. അതുണ്ടാവുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ദൗർഭാഗ്യകരമല്ല, ഈ നിലപാടാണ് ദൗർഭാഗ്യകരം. അലക്സ്, ഹാഷ്മി, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അറിയാവുന്ന പരമാവധി കാര്യം ഇത്ര ലക്ഷം രൂപ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിനോ നെഫ്രോളജി വിഭാഗത്തിനോ കാർഡിയോളജി വിഭാഗത്തിനോ ഉപകരണങ്ങൾ വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രമാണ്. അതിൻ്റെ ഫയൽ നീക്കവും പ്രോസസ്സിംഗ് കഴിഞ്ഞ് അത് ഉപകരണങ്ങളായി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം കൂടി ഉദ്യോഗസ്ഥർ നടത്തണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതായത് എൻ്റെ ഒപ്പം ഈ ആശുപത്രി ക്യാമ്പസിൽ തന്നെ SAT ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ എൻ്റെ ഒപ്പമുണ്ട്, ഡോക്ടർ ഹരിപ്രസാദ്. അദ്ദേഹം KGMCTയുടെ തിരുവനന്തപുരം യൂണിറ്റിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. ഡോക്ടർ, എനിക്ക് ആദ്യം അറിയേണ്ടത് ഹാരിസ് ഹസൻ്റെ ഈ വാക്കുകൾ അത് എത്രത്തോളം അതിൽ വാസ്തവമുണ്ട്? അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചുവപ്പ് നാട എന്നുള്ളത് നമ്മുടെ ഒരു ഏത് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണി, അല്ലാതെ അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കാര്യം ചുവപ്പ് നാടയുണ്ട്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഫയൽ മുമ്പോട്ട് നീങ്ങുന്നില്ല. അത് ധാരാളം, കാരണം നമുക്ക് പല കടമ്പയുണ്ട്. ഇവിടുന്ന് പ്രിൻസിപ്പൽ ഓഫീസിൽ പോകണം, അവിടുന്ന് DME പോകണം, അവിടുന്ന് ഗവൺമെൻറ്റിൽ പോകണം. അപ്പോൾ ആ ഒരു തടസ്സം തീർച്ചയായും നമ്മുടെ സിസ്റ്റം നേരിടുന്നുണ്ട്. അപ്പോൾ അത് പല പ്രാവശ്യം അദ്ദേഹം എഴുതിയിട്ടും മനസ്സ് മടുത്തിട്ടാണ് അദ്ദേഹം അങ്ങനൊരു പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വസ്തുത ഇല്ലയെന്ന് പറയാൻ സാധ്യമല്ല, തീർച്ചയായും വസ്തുതയുണ്ട്. മെഡിക്കൽ കോളേജിലെ മറ്റു വിഭാഗങ്ങൾ, അത് ഈ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ എത്തുന്നതിൽ വലിയ ക്ഷാമം നേരിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഫയൽ നീക്കമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അത് ഒരു പരിസരം ശരിയായിരിക്കാം. കാരണം അത് അധികമായിട്ട് പറയാൻ ഞാൻ അതിൻ്റെ ഫയലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു സിസ്റ്റം ഡിലേ ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ ന്യായമായിട്ടും വളരെ പെട്ടെന്ന് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പെട്ടെന്ന് ഇന്ന് പറഞ്ഞ നാളെ എടുക്കാം. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റം അങ്ങനല്ല. അപ്പോൾ അതിന് ഒരു പരിഹാരം വരേണ്ടതുണ്ട്. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ സിസ്റ്റത്തിലുള്ളവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് എന്ത് നടപടി എടുത്ത് ഇത് ശരിയാക്കാൻ പറ്റും എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ ഈ വിവാദം വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം 30 ലക്ഷം രൂപ യൂറോളജി വിഭാഗത്തിന് നൽകി ഉപകരണം വാങ്ങി എന്നുള്ളതൊക്കെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതിവിടെ എത്തേണ്ട ഉപകരണമായിട്ട് തീർച്ചയായും അത് എത്തണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ചുവപ്പ് നാട നമുക്കുണ്ട്, ഇല്ലാതെ പറയാമോ? കാരണം നമ്മുടെ അസോസിയേഷൻ രീതി ഞങ്ങളും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പല ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സും ചൂണ്ടിക്കാണിച്ചിരിക്കാം, അതെനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായും ഇതൊരു സത്യസമയ അന്വേഷണം വേണം. അപ്പോൾ അത് എന്തുകൊണ്ട് ഒരു താമസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് താമസം വന്നു, അത് ഇനിയും പരിഹരിക്കാൻ എന്ത് നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സംഘടനയുടെ വിലയിരുത്തൽ എന്താണ്? സംഘടന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ടോ? അത് തീർച്ചയായും അദ്ദേഹം നമ്മളൊരു വ്യക്തിയാണ്, വളരെ സമുന്നതമായ ഒരു വ്യക്തിയാണ്, നമ്മളൊരു സീനിയർ മെമ്പറാണ്, വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂറോളജി ഹെഡാണ്. ഇപ്പോൾ തീർച്ചയായും സംഘടന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പലർക്ക് വേണ്ടിയും സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആരെയും കുറ്റപ്പെടുത്തിയല്ല. പക്ഷേ പാവപ്പെട്ട ജനങ്ങൾ, ഇവിടെ എത്തുന്ന ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി അദ്ദേഹം സംസാരിച്ചതാണ്. തീർച്ചയായും എന്ത് വില കൊടുത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കും, നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ശ്രുതിയുണ്ട്. കാരണം ഇത് ആരോഗ്യവകുപ്പ് അംഗീകരിച്ചാൽ, അദ്ദേഹം പറയുന്ന കാര്യം ശരിയാണ് എന്ന് വകുപ്പിന് തോന്നിയാൽ സ്വാഭാവികമായി ഈ പറഞ്ഞ നമ്പർ 1 കേരളമൊക്കെ പൊളിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് തുടർ എന്നുള്ളത് ആരോഗ്യവകുപ്പ് ആലോചിക്കും. ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത സ്വാഭാവികമായുണ്ട്. അല്ല, അത് ഈ നമ്പർ 1 കേരളം എന്നുള്ള തീർച്ചയായും നമ്മൾ ഉള്ള സത്യം തന്നെയാണ്. കാര്യം ധാരാളം ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ പോരായ്മകളോടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോരായ്മ പരിഹരിച്ച് നമ്പർ 1 ഉള്ളത് ഒന്നുകൂടെ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ.
അല്ല നമ്മളിതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വസ്തുതകളുണ്ട്. അത് ഞങ്ങളും അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഞങ്ങളൊരു അന്വേഷണം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സത്യമില്ലെന്ന് പറയാൻ സാധ്യമല്ല, സത്യമുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കാണും. ഗൗരവമുള്ള വിഷയമാണ്. DMEയെയും വകുപ്പ് മന്ത്രിയെയും സമീപിക്കാൻ KGMCT എന്നുള്ള നിലയ്ക്ക്, സംഘടന എന്നുള്ള നിലയ്ക്ക് ആലോചനയുണ്ടോ? ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ബോർഡ് ചേരുന്നുണ്ട്. അത് തന്നെ ഞങ്ങൾ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയും എല്ലാവരുടെയും ചേർന്നിട്ട് ഒരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി വിളിച്ചു കൂട്ടി ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുന്നതായി. അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ്. അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല, സംരക്ഷിക്കും സംഘടന. തീർച്ചയായും. താങ്ക് യു. ഹാഷ്മി, സുവ്യക്തമായ വാക്കുകളിലാണ് KGMCTയുടെ നേതാവ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വാസ്തവമുണ്ട്. ചുവപ്പ് നാട നിലനിൽക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങൾ ആശുപത്രികളിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം പരിശോധിക്കണം, പഠിക്കണം. ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ വിഷയങ്ങൾ ഗൗരവമായി പരിഗണിച്ച് പരിശോധിച്ചതിന് ശേഷം DMEയെയും അതുപോലെ ആരോഗ്യമന്ത്രിയെയും കാണാനും അവർക്കിതുമായി ബന്ധപ്പെട്ട കത്ത് നൽകാനും സംഘടന തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർ ഹാരിസ് ഹസനെ KGMCTയെ, അതായത് കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംരക്ഷിക്കും. അവർക്ക് പൂർണ്ണ പിന്തുണ നൽകും. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന് സംഘടന വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ പിന്തുണ ആ ഡോക്ടർ അർഹിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, പാവങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇടപെട്ടതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ബലി കൊടുക്കാൻ തുനിഞ്ഞാൽ ആ കൈക്ക് കയറി പിടിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലുണ്ട്. ഇവരുടെ ഗ്രൂപ്പുകൾ വരുന്ന മറ്റൊരു കുറിപ്പ്, ഒരു പ്രധാനപ്പെട്ട ആളെഴുതിയ കുറിപ്പ് ഞാൻ വായിക്കാം. യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വാങ്ങി നൽകാനായി ഡോക്ടർ ഹാരിസ് പലപ്പോഴായി HDSന് കത്ത് നൽകി. പലവട്ടം നേരിട്ടും HDS ഓഫീസിലെത്തി. സാധാരണ ഉപകരണം 2 ബാക്കിയുള്ളപ്പോൾ വീണ്ടും വാങ്ങി സ്റ്റോക്ക് ചെയ്യാനാണ് പതിവ്. ഇത്തവണ 3 വട്ടം കത്ത് നൽകിയിട്ടും വാങ്ങിയില്ല. വില വർദ്ധിച്ചുവെന്ന കാരണം പറഞ്ഞ് സ്റ്റോക്ക് തീർന്നിട്ടും ഉപകരണം വാങ്ങിയില്ല. വർഷങ്ങളായി HDS ഓഫീസിലുള്ള ചില ഉദ്യോഗസ്ഥർ ഡോക്ടർമാരെ പോലും ഭരിക്കുന്ന നിലയിലാണെന്ന് ആക്ഷേപമുണ്ട്. ഇവർക്കെതിരെ സർക്കാർ നടപടി ഉണ്ടാകുന്നില്ല. 20 വർഷത്തിലധികമായി ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ താല്പര്യമനുസരിച്ചാണ് ഫയലുകൾ നീങ്ങുന്നത് എന്നും ഡോക്ടർമാർ പറയുന്നു. എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന ഫയൽ നീക്കം അവരുടെ ആരുടെ ഔദാര്യം പോലെ, അവരുടെ ഇഷ്ടം പോലെയൊക്കെ നീക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഹാരിസ് ഡോക്ടർ ഇത് പുറത്ത് പറയുന്നതിന് മുൻപ് ഇതൊക്കെ കണ്ടെത്തി പരിഹരിക്കേണ്ട കാര്യക്ഷമത ആരോഗ്യവകുപ്പ് ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാവുന്നില്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്ന സമയത്തെങ്കിലും ഇടപെട്ട് ആ ഡോക്ടറെ ബലി കൊടുക്കാതെ ഇടപെട്ട് എന്താണ് പ്രശ്നം എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ വരുന്ന അടുത്ത ഒരു വാട്സാപ്പ് സന്ദേശം ഞാൻ വായിക്കാം. ഒരു കൊളസ്ട്രോളിൻ്റെ മരുന്ന് പോലും മെഡിക്കൽ കോളേജിൽ അവൈലബിൾ അല്ല. എല്ലാ മരുന്നും പുറത്തുനിന്ന് വാങ്ങണം. ഹാരിസ് ഡോക്ടറെ പോലെ നല്ല മനുഷ്യനെ ദ്രോഹിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മെഡിക്കൽ കോളേജ് താറുമാറാണ്. ഒരു കൈക്കൂലി പോലും അദ്ദേഹം വാങ്ങില്ല. പാവപ്പെട്ടവർക്ക് എല്ലാ സഹായവും ആ മനുഷ്യൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ പത്രക്കാരും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കണം. അപേക്ഷയാണ്. വേറൊരു പേരറിയാത്ത ഏതോ ഒരു പ്രേക്ഷകൻ എൻ്റെ ഫോണിലേക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ്. അപ്പോൾ അത്രത്തോളം ഈ പറയുന്ന 5 പൈസ കൈക്കൂലി വാങ്ങില്ല എന്ന് എത്ര ഡോക്ടർമാരെ പറ്റി എത്ര രോഗികൾ പറയുന്നേ. ഈ പാവങ്ങൾക്കൊപ്പം 100% നിൽക്കുമെന്ന് എത്ര പേരെ പറ്റി പറയും. അങ്ങനെ അപ്പോൾ ആ പിന്തുണയുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ കേരളത്തിൻ്റെ സ്വത്താണോ, അതോ അദ്ദേഹത്തെ ഈ പറയുന്ന പ്രതികാര നടപടി വിശദീകരണം, അതിൻ്റെ പിന്നാലെ നടത്തിക്കൽ, അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളൽ എന്നൊക്കെയുള്ള പ്രതികാര നടപടിയാണോ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കട്ടെ.